ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ മാക് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരണാസിയിലാണ് ഗൈസ്. വാരണാസിയിൽ അതായത് ട്രാവലിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ടാവുമെന്ന് നമ്മുടെ പ്രിയങ്ക ചോപ്ര റീസെൻ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തനാൻ്റെ ഗൈസ്. കത്തനാൻ്റെ ഒഫീഷ്യൽ ടീസർ ട്രെയിലറിൻ്റെ ഒരു അപ്ഡേറ്റ് ഓൾറെഡി നമ്മുടെ ഈ മാസം 31 ഉച്ചയ്ക്ക് 1:31 നമ്മൾ പറഞ്ഞിരുന്നില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒന്നൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായി 5 days to go എന്നുള്ള. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൻ്റെയാണ് ഗൈസ്. മോഹിനിയാട്ടം ഉണ്ടല്ലോ നമ്മുടെ ഭരതനാട്യം 2-ൻ്റെ. അപ്പോൾ അതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തേക്കുന്നത് പ്ലോട്ട് പിക്ചേഴ്സാണ്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വായ 2-ൻ്റെയാണ് ഗൈസ്. വായ 2-ൻ്റെ ട്രെയിലർ ലോഞ്ച് ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട് നമ്മുടെ ഫോറം മാളിൽ വെച്ചിട്ട് മാർച്ച് 28 6:30 വൈകിട്ട്. പിന്നെ ഗൈസ് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണത്തിൻ്റെ ഗൈസ്. OTT റിലീസ് ഡേറ്റ് ആണ് 27 മാർച്ച്, അതായത് ഇന്നിട്ട് ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുമുടിയുടെയാണ് ഗൈസ്. രവിതേജയുടെ പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കരയുടെയാണ് ഗൈസ്. ധനുഷിൻ്റെ പടം April 30 റിലീസ് വന്നത്. അതിൽ ജയറാം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ജയറാമിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടെന്ന്. ക്യാരക്ടറിൻ്റെ പേര് വന്നത് മുത്തുസെൽവൻ എന്നാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സുരാജ് ഏട്ടൻ്റെ വന്നായിരുന്നു. അപ്പോൾ ഇന്ന് ജയറാം ഏട്ടൻ്റെ വന്നിട്ടുണ്ട്. ഓരോ ദിവസം എനിക്ക് തോന്നുന്നത് ഒരു പോസ്റ്റ് റിലീസ് ഡേറ്റ് ആവാറായാലും ഒരു മാസം കൂടി ഉള്ളല്ലോ. അപ്പോൾ അവർ അപ്ഡേഷൻ ഇങ്ങനെ കൊടുക്കുന്നതാണെന്ന് തോന്നണം. അപ്പോൾ ഓരോ ദിവസം പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ പാർട്ടിയുടെയാണ് ഗൈസ്. നമ്മുടെ അമൽ നീരദിൻ്റെ പടം നെസ്ലിൻ നായകനാവണ. പിന്നെ ഒരുപാട് പേരുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം, അതായത് ഈ മാസമല്ല സോറി ഗൈസ്, ഏപ്രിൽ പകുതിയോടെ അതിൻ്റെ ഷൂട്ട് മൊത്തം കംപ്ലീറ്റ് ആവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെയും തരുൺമൂർത്തിയുടെയും പടം L366-ൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഷൂട്ടിങ് തൊടുപുഴയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നല്ലേ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വന്നത് മുംബൈയിലാണ്. മുംബൈയിൽ മെയ് തുടക്കത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിലായിട്ടാണ് മുംബൈയിൽ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പീസിൻ്റെയാണ് ഗൈസ്. വൺ പീസിൻ്റെ ഒരു സ്പോയിലറാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഓരോ 1-2 നമ്മുടെ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസിൽ സ്പോയിലേഴ്സ് ഇടുന്നുണ്ട്. കാരണം ഞാൻ ആ സ്പോയിലേഴ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇല്ലാത്ത സ്പോയിലേഴ്സൊക്കെയാണ് ഇങ്ങനെ പിന്നെയും ഒരു സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടല്ല എന്ന് ഓർത്തിട്ട്. ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂഫി ഓൾറെഡി നമ്മുടെ ഗംഗോയിട്ട്, അതായത് ഇമ്മു പൊസസ് ചെയ്ത ഗംഗോനെ ഡിഫീറ്റ് ചെയ്യല്ലോ ഗൈസ്. അപ്പോൾ ഡിഫീറ്റ് ചെയ്യുമ്പോൾ തന്നെ ലൂഫി വീക്ക് ആവുന്നുണ്ട്. അതായത് ഗിയർ ഫോം 5 പോയിട്ട് ലൂഫിയുടെ മറ്റേ എക്സോസ്റ്റഡ് ഫോം ഉണ്ടല്ലോ ഗൈസ്, ആ ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ട് ലൂഫി. മറ്റേ നമ്മുടെ എനിമീസൊക്കെയാണ് റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സോമർ എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൽബാഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു പ്രോപ്പർ ഫൈറ്റ് വരാൻ സാധ്യത ഞാൻ കാണില്ല ഗൈസ്. കാരണം ഇത് ഫൈനൽ ബാറ്റിൽ വരേണ്ട സംഭവം ഇത്ര നേരത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ ഡിസ്കഷൻ്റെയാണ് ഗൈസ്. അതായത് ഗിരീഷ് ഷേഡി ഉണ്ടല്ലോ ഗൈസ്. ഗിരീഷ് ഷേഡിയായിട്ട് ലാലേട്ടൻ ഒരു സിനിമയുടെ ടോക്ക് ചെയ്യണുണ്ടെന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഗൈസ്. ഏകദേശം 50% കൺഫേം ആയെന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത്. 50-50 എന്നുള്ള രീതിയിലാണ് റൂമേഴ്സ് കണ്ടത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാം ഗെയിമിൻ്റെ ഗൈസ്. അയാം ഗെയിമിൻ്റെ ഫൈനൽ ഷെഡ്യൂള് ഇപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കട്ടെ ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻ്റെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു, ബൈ.